ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ മലേഷ്യയിൽ നിന്ന് വന്ന ആൾക്കാരെ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ശ്രുതിക്ക് വരാന്. കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞില്ലേ. നമ്മുടെ ശ്രുതി പറഞ്ഞു വെച്ച അതേ സ്ഥലത്ത് തന്നെയാണ് അവർ താമസിക്കുകയും ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും, അവരോട് സംസാരിക്കാതിരിക്കാൻ എന്റെ പൊന്നെ ഈശ്വര ഒരു വഴി കാട്ടി തായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഈ സമയത്താണെങ്കിൽ വർഷയും ശ്രീകാന്തൊക്കെ ഇത് എന്ത് പറ്റി ഇടത്തി വരാത്തത്, കുറെ നേരമായല്ലോ വിളിച്ചിട്ട്. വീട്ടിൽ ഒരാൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താ വരാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും എന്റെ മോൾ ഇപ്പൊ വരും കേട്ടോ, നിങ്ങളെ കാണുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞ അതെ 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 വളരെ സന്തോഷമാവും, ഭയങ്കര സന്തോഷമാവും. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞ അതെ അതെ ഈ പുറം നാട്ടുകാരാണെങ്കിലും സ്വന്തം നാട്ടുകാരെ കാണുമ്പം അതിന്റെ സന്തോഷം വേറെ ഒന്ന് തന്നെയല്ലേ അല്ലേ അച്ഛാ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതെ അതെ അവർക്ക് സന്തോഷമാകും. അപ്പൊ രേവതിയല്ല നമ്മുടെ സച്ചി പറഞ്ഞു സന്തോഷം കൊണ്ട് പാറലടത്തി ഇപ്പൊ തുള്ളിച്ചാണ് നിങ്ങൾ കണ്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്രയാണെങ്കിൽ അതേ കോടീശ്വരന്റെ മകളാണെങ്കിലും വളരെ എളിമയുള്ള കുട്ടിയാണ് കേട്ടോ. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പഞ്ചപ്പാവും അവള്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെ കാണിക്കുക. അവരോട് സംസാരിച്ചാലല്ലേ പ്രശ്നം, ഒന്നും സംസാരിക്കാതിരുന്നാലേ കള്ളത്തരം പിടിക്കത്തില്ലല്ലോ. എന്നാ പിന്നെ ഒന്നും സംസാരിക്കണ്ട എന്നിങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ ശ്രുതി. എന്നിട്ട് നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു, നേരെ വാതിലൊക്കെ അടച്ചു കേട്ടോ. വാതിലൊക്കെ അടച്ചിട്ട് എന്തോ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയത്താണെങ്കിൽ ചന്ദ്ര അവളെ ചിലപ്പോൾ കുളിക്കായിരിക്കും, ഭയങ്കര വൃത്തിയുള്ള കൂട്ടത്തില. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്ര എന്ത് ചെയ്തു, കൂട്ടാനായിട്ട് മേളിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക്. അപ്പം ഈ ശ്രുതി ഇവിടെ ഈ പല്ലിന്റെ ഇടയിൽ എന്തോ ഒരു സംഭവമൊക്കെ കയറ്റി വെച്ചിട്ട് അയ്യോ അമ്മേന്ന് പറഞ്ഞ് ഇറങ്ങി വരിക. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എന്തു പറ്റി മോളെ, എത്ര സമയമായിട്ട് വിളിക്കുക, ഇന്ന് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ. അതെ അമ്മേ, അല്ല അതെ അമ്മ എന്നല്ല എന്നൊക്കെ ഇങ്ങനെ മൂളുവാണ്, പക്ഷെ സംസാരിക്കുന്നില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇത് ആരൊക്കെ വന്നേക്കുന്നത് എന്നൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതാട്ടോ എന്റെ മരുമകള് ശ്രുതി, കോടീശ്വരിയായ മലേഷ്യയിലെ എന്റെ മരുമകള്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു കോലാമ്പൂരല്ലേ താമസിക്കുന്നത്, ഞങ്ങളും അവിടെ താമസിക്കുന്ന, നിങ്ങളുടെ വീട് എവിടെയായിട്ട് വരുന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ശ്രുതി ഇങ്ങനെ പല്ലിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഹീന്നൊക്കെ വെക്കുക. മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര പല്ലുവേദന നമ്മുടെ ശ്രുതിക്ക്. പല്ലുവേദന കാരണം സഹിക്കാൻ പറ്റുന്നില്ല, കരയുവാണ് കിടന്ന്. അപ്പോഴത്തേക്ക് വീണ്ടും ആ പുള്ളിക്കാരി ചോദിച്ചു ശ്രുതിയുടെ അച്ഛന്റെ പേരെന്താ, ഇതെന്താ ഈ കുട്ടിയൊന്നും മിണ്ടാത്തത്. അപ്പോഴത്തേക്ക് അയ്യോ എന്നൊക്കെ വെക്കുക. അപ്പം നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു എന്ത് പറ്റി, മുഖം തല്ലി എവിടെയെങ്കിലും വീണായിരുന്ന മോളെ. അപ്പം സച്ചിൻ ചോദിച്ചു എന്തോ പറ്റിയിട്ടുണ്ട്, പാർലർ ഇടത്തില് ശബ്ദം പോയി, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കോ, കവളെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു എന്ത് പറ്റി, ആരെങ്കിലും അടിച്ചോ. അടിച്ചില്ല എന്നുള്ള രീതിയിൽ കൈ ഇങ്ങനെ കാണിക്കാണ്. അപ്പോഴത്തേക്ക് വീണ്ടും രവീന്ദ്രൻ ചോദിക്കും എന്താ പറ്റിയത് മോൾ, എന്താണെന്ന് വെച്ചാൽ പറ, മോൾ എവിടെയെങ്കിലും വീണോ. അപ്പൊ രവീന്ദ്രൻ ഇത് ചോദിക്കുന്നത് കേട്ടതും നമ്മുടെ ചന്ദ്ര ചോദിച്ചു എന്ത് പറ്റി, നിനക്ക് വല്ല പല്ലുവേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പല്ലുവേദനയായെന്ന് ഇങ്ങനെ കാണിക്കാണ് കേട്ടോ. അയ്യോ എന്റെ ദൈവമേ പല്ലുവേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, പക്ഷെ വർത്താനം പറയുന്നില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു കുറച്ച് മുമ്പ് ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്താ പറ്റിയത്. അത് പിന്നെ ഇപ്പം എന്നിങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല നിങ്ങൾ ഒരേ സിറ്റിയിലാണെന്നല്ലേ പറഞ്ഞത്, അപ്പോഴത്തേക്കും ഇവളെ നീ കണ്ടിട്ടുണ്ടോ, നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടോ നോക്കിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങള് കണ്ടിട്ടില്ല, ഞങ്ങള് എന്നും ദിവസവും അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ല ശ്രുതിയുടെ അച്ഛൻ അവിടുത്തെ വലിയ ബിസിനസ്സുകാരനാണെന്നല്ലേ പറഞ്ഞത്, അദ്ദേഹം അവിടെ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ശ്രുതിയാണെങ്കിലും എന്നും പറഞ്ഞ് പല്ലിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോ പല്ല് ബിസിനസ്സോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കിടന്ന് ചിരിക്കാണ് കേട്ടോ. അപ്പം സച്ചി പറഞ്ഞു അല്ല ഹോട്ടൽ ബിസിനസ് എങ്ങാണ്ടാണെന്നാ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അതെ അതെ ഹോട്ടൽ ബിസിനസ് എങ്ങാണ്ടാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അയാൾ പറഞ്ഞു ഞാനും ചെറിയ ബിസിനസ് ഒക്കെയാ ചെയ്യുന്നത്, അവിടെ ഒട്ടുമിക്ക ബിസിനസ്സുകാരെ എനിക്കറിയാം, അല്ല അദ്ദേഹത്തിന്റെ ഹോട്ടലിന്റെ പേരെന്താ. അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി അയ്യോ വേദന എടുക്കുന്നേ പല്ലുവേദന എടുക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ കിടന്ന് കരയുക. അപ്പം സച്ചി പറഞ്ഞു ഹോട്ടലിന്റെ പേര് പറ. അപ്പൊ വീണ്ടും ഇങ്ങനെ പല്ലിലേക്ക് ചൂണ്ടിക്കാണിക്കുക കേട്ടോ. അപ്പം നമ്മുടെ രേവതി സ്വന്തം നാട്ടുകാരെ കാണുമ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് തുള്ളി ചാടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറയാണല്ലോ. അപ്പൊ വർഷം പറഞ്ഞ് ചേച്ചിക്ക് നല്ല പല്ലുവേദന ഉണ്ടെന്നാ തോന്നുന്നത്,
എന്നൊക്കെ വെച്ച് കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പതുക്കെ പറയുന്നു, സഹിക്കാൻ പറ്റുന്നില്ല, ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, വാ തുറന്നു വാ തുറന്നു വാ തുറന്നു, ഇതുപോലെ വാ തുറന്ന് സംസാരിച്ചാ പോരെ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതി വെച്ചോണ്ടിരിക്കുക. ശ്രീകാന്ത് പറഞ്ഞു, എന്നാ പിന്നെ ഡോക്ടറിനെ കണ്ടിട്ട് മെഡിസിൻ കഴിച്ചാ പോരെ, അല്ല നിന്റെ കയ്യിൽ വല്ല മെഡിസിൻ ഇരിപ്പുണ്ട് വർഷം ചോദിച്ചപ്പോ എന്റെ കയ്യിലൊന്നും ഇരിപ്പില്ല എന്ന് പറയാം. അപ്പൊ ചന്ദ്രയാണെങ്കിൽ, അയ്യോ മോളെ മോക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ, ഇപ്പൊ തന്നെ ഡോക്ടറെ കാണാൻ പോണം മോളെ, എന്നാ പിന്നെ നമുക്ക് പോകാം. എന്നാ നീ പോയിട്ട് വാ, ഞാൻ കൂടെ വരണോ? വരണമെങ്കിൽ വരാം. തനിയെ പോകണ്ട മോളെ. വേണ്ട വേണ്ട, ഞാൻ തനിയെ പൊക്കോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ദേ നീ ഒരു കാര്യം ചെയ്ത് ചന്ദ്രൻ ഇവിടെ ഇരിക്കുക, പക്ഷെ നീ അവളുടെ കൂടെ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോകാം കളെ, എന്നാ പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ചിട്ട് വരാം, കാരണം ഇവിടെ ഗസ്റ്റ് ഒക്കെ വന്നതല്ലേ, അപ്പൊ അമ്മ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ വർഷ അങ്ങ് കയറിപ്പോയി. അപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു, സാരമില്ല മോളെ, ഇപ്പൊ അവള് വരും, നീ ഒറ്റയ്ക്ക് പോകണ്ട കേട്ടോ, തനിയെ പോവുകയോ വേണ്ട, അവൾ ഇപ്പൊ വരും, ഒരുമിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രനും ഒക്കെ നമ്മുടെ ശ്രുതിനെ പിടിച്ച് അവിടെ നിർത്തിയിട്ടു. ഇല്ലെങ്കിൽ അടവല്ലേ, പഠിച്ച കള്ളിയല്ലേ, ഇറങ്ങിപ്പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ വർഷ പോയി ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് വന്നു. വാ ചേച്ചി നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറയും, പിന്നെ ഞാനും കൂടെ വരാം, അങ്ങനെ തന്നെ പോകുമൊന്നും വേണ്ട, നടക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഒരു വിധത്തിൽ കൊണ്ടുപോയി കേട്ടോ. സച്ചിക്ക് രേവതിക്കൊക്കെ ഏതാണ്ട് സംശയമുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര, എന്റെ ശ്രുതി മോള് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വന്നേ അവര് പറഞ്ഞു, പാവം കുട്ടിയല്ലേ. അപ്പൊ സച്ചി, പാവൊന്നും അല്ല അത്രയ്ക്ക്, പാവ, എല്ലാവരെയും പാവയാക്കും. പിന്നെ നാട്ടുകാരിനെ കണ്ട സന്തോഷത്തിലായിരുന്നല്ലോ നിങ്ങൾ, അത് പോയി കിട്ടിയല്ലേ. സാരമില്ല, പാർലറെ ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ, നമുക്ക് പതുക്കെ സംസാരിക്കാം. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതാ അവൾ ഇപ്പം വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ, ഇവർക്ക് വിശക്കുന്നുണ്ടായിരിക്കും, ഭക്ഷണം കൊടുത്തേ എന്ന് പറഞ്ഞ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് രേവതി കിച്ചണിലേക്ക് പോയി. അവർ ഭക്ഷണം കഴിക്കാനൊക്കെ എങ്ങനെ ഇരുന്നു കേട്ടോ. ഈ സമയത്ത് സച്ചിക്ക് ഭയങ്കര സംശയം. സച്ചി രേവതിയോട് പറയാണ്, അവള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അവൾക്ക് ഒറിജിനലായിട്ട് പല്ലുവേദനയൊന്നുമില്ല. അയ്യോ, അല്ലെങ്കിൽ സച്ചിയേട്ടാ പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെയല്ലേ പല്ലുവേദന വന്നത്, കുറച്ചു മുന്നേ ഇവിടെ വന്ന് തേങ്ങയും കഴിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ പല്ലുവേദനയാന്ന് പറയുന്നത്. അവരോട് സംസാരിച്ച പ്രശ്നമാകും, സംസാരിക്കാതിരിക്കാനുള്ള സൂത്രമായിരുന്നു രേവതി അത്. അതെ സച്ചേട്ടാ, ഇപ്പൊ മനസ്സിലായില്ലേ, അവള് പറഞ്ഞത് ഫുള്ള് കള്ളമാണെന്ന്. പേരും കള്ളിയാ, അവൾക്ക് മലേഷ്യയിൽ വീടുമില്ല, കുടിയില്ല, ഒന്നുമില്ല, അച്ഛനും അമ്മയും ഒന്നുമില്ല, അവൾ ഇവിടെ എവിടെയോ ഉള്ള പെണ്ണ, വെറുതെ അമ്മേനെ പറ്റിക്കാൻ വേണ്ടി. അതെ രേവതി, അവൾ ഇവിടുന്ന് തന്നെയാ പോയതെങ്കിൽ ഡോക്ടറെ കണ്ടുവന്ന് കള്ളം പറഞ്ഞ് മരുന്ന് മേടിച്ച് വരുമായിരുന്നു. ഏതായാലും കൂടെ വർഷ പോയത് നന്നായി, ഡോക്ടർ പരിശോധിക്കുമ്പം അവൾക്ക് പല്ലുവേദന ഇല്ല, കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാവൂല്ലോ. വർഷ ഇവിടെ വന്ന് പറയുകയും ചെയ്യും. ആഹാ, നല്ലൊരു വെടിക്കെട്ട് കാണാം, ഒന്നാന്തരം നല്ലൊരു വെടിക്കെട്ട്. അല്ല സച്ചേട്ടാ, ഈ ശ്രുതിയെ വർഷയോട് എന്തെങ്കിലും നമ്പർ ഇറക്കി ഹോസ്പിറ്റലിൽ പോകാതെ ഒഴിവാകുവോ? ബെസ്റ്റ്, നമ്പർ ഇറക്കാനോ വർഷയോടോ? അടിപൊളി. അവളുടെ അടുത്ത് പാർലറുടെ അടുത്ത് ഒരടവും നടക്കാൻ പോകുന്നില്ല, പാർലറുടെ അടുത്തേയും കൂട്ടി വർഷ ഹോസ്പിറ്റലിൽ പോയിരിക്കും. പല്ലു വേദനിക്കുന്നു എന്ന് ശ്രുതി കള്ളം പറഞ്ഞു എന്ന് വർഷയ്ക്ക് മനസ്സിലായി കാണുമോ? അതുകൊണ്ടായിരിക്കുമോ കൂടെ പോയത്. അവളുടെ പോക്ക് കണ്ടപ്പം എനിക്കും സംശയം തോന്നി. ഏതായാലും പോയിട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം നമുക്ക്. ഈ മലേഷ്യൻ കള്ളക്കഥ ഇന്നത്തോടു കൂടി പൊളിയും രേവതി, പൊളിക്കും ഞാന്. പൊളിക്കണമല്ലോ സച്ചേട്ടാ എന്ന് പറയാ. അങ്ങനെ സച്ചി രേവതി കിച്ചണിലായിരുന്നു കേട്ടോ, അവരിങ്ങനെ വിളമ്പിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ഭക്ഷണം. ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെ കാണിക്കുക. ശ്രുതിനെ ഹോസ്പിറ്റലിലേക്ക് വർഷം കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, വേദനയൊക്കെ അനുഭവിച്ചിരിപ്പുണ്ട് കേട്ടോ. അയ്യോ ഭയങ്കര വേദനയാണേ എന്നുള്ള രീതിയിൽ. ഏതായാലും വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുമില്ല. അപ്പൊ നമ്മുടെ ശ്രുതി ആണെങ്കിൽ, അയ്യോ അല്ല വർഷം നീ വീട്ടിൽ പൊക്കോ, നിനക്ക് തിരക്കില്ലേ, നീ സ്റ്റുഡിയോയിലേക്ക് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് വീട്ടിലേക്ക് വന്നോളാം. എനിക്കൊരു തിരക്കില്ല ചേച്ചി, ഇന്ന് ഇനി ഡബിങ് ഒന്നും ചെയ്യാനില്ല, സ്റ്റുഡിയോയിലും പോവണ്ട. അതല്ല, ഇവിടെ കുറച്ച് വൈകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ വീട്ടിലേക്ക് പൊക്കോ, വെറുതെ സമയം കളയണ്ട, ഞാൻ കാണിച്ചിട്ട് വരാം. വേണ്ട, അത് ശരിയാവില്ല, ചേച്ചിക്ക് നല്ല വേദനയുണ്ട്, ഈ ഒരു അവസ്ഥയിൽ ചേച്ചിനെ ഇവിടെ വിട്ടിട്ട് ഞാൻ പോകാനോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്കിപ്പോ വേദനയൊന്നുമില്ല, എനിക്ക് നല്ല കുറവുണ്ട്, നീ ചെല്ല്. കള്ളം പറയല്ലേ, നല്ല വേദനയുണ്ട് എനിക്കറിയാം. എന്റെ പൊന്നോ, നീ പൊക്കോ വർഷേ, എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഇനി വല്ല വേദന വന്നാലും ഞാൻ അപ്പൊ തന്നെ കാണിച്ചോളാം, ഞാൻ പിന്നെ വരാം. എന്നാ ഹോസ്പിറ്റലിൽ കാണിക്കാതെ അങ്ങ് പോയാലോ, നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അവിടെ ഇരിക്കേ ചേച്ചി എങ്ങോട്ടായി പോകുന്നത്, വേദനയാന്ന് പറഞ്ഞ് പുകഞ്ഞു വന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത്? മര്യാദക്കിരുന്നു അവിടെ, ഡോക്ടറിനെ കണ്ടിട്ട് പോയാൽ മതി. പല്ലുവേദന വന്നാൽ അതിന് നിസ്സാരമായിട്ട് കാണല്ലേ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പിനും ശരീരവുമായിട്ട്
പല്ലുമായിട്ട് കണക്ഷൻ ഉണ്ട്. കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവും. പക്ഷേ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. വർഷം ഒരു ക്ലയന്റിനെ കാണാൻ പോണം. ഇപ്പൊ തന്നെ ദേ ലേറ്റ് ആയി. വർഷം ഞാൻ നാളെ ശ്രുതിയും കൂട്ടി വന്ന് ഡോക്ടറിനെ കണ്ടോളാം. ദേ ശ്രുതി ചേച്ചി ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ പെയിൻ കൂടും. രാത്രി ഉറങ്ങാൻ പോലും പറ്റത്തില്ല. തണുപ്പുള്ളപ്പോ പിന്നെ പല്ലുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാട്ടോ. ക്ലയന്റിനോട് നാളെ വരാൻ പറ. ഞാൻ ഏതായാലും ചേച്ചിനെ കാണിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്കാ പ്രശ്നം. അത് പിന്നെ വർഷേ പ്ലീസ്, വർഷേ വലിയ ക്ലയന്റ് നല്ല ക്യാഷ് കിട്ടിയതിനെ. വർഷേ ഞാനിന്ന് പോയില്ലെങ്കിൽ അവരെ ഇനി വിളിക്കേയില്ല. വിളിക്കണ്ട. എന്തിനാ വിളിക്കുന്നത്? ആദ്യം പല്ല്, നമ്മുടെ അത് നമ്മുടെ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് ജോലിക്ക് പ്രാധാന്യം കൊടുക്കാവുള്ളൂ. ഡോക്ടറിനെ കാണിക്കാതെ ഞാൻ ചേച്ചിനെ ഇവിടുന്ന് പുറത്തേക്കേ വിടത്തില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി പെട്ടുപോയിട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് ഒരു നേഴ്സ് വന്നു കേട്ടോ, വിളിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് വെപ്രാളം കൂടി. വർഷേ വേണ്ട വർഷേ, നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ അകത്ത് പോയി കണ്ടോളാം, നീ വരണ്ട. ശരിയാകത്തില്ല, ഞാനും വരും. ഏതൊരു കാരണം അല്ല, ഇത് കാരണം ചേച്ചിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. വന്ന ചേച്ചി, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞൊരു കൈ പിടിച്ച് നമ്മുടെ ശ്രുതിനെ വലിച്ച് അകത്തേക്ക് കയറ്റി കേട്ടോ. അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ചോദിച്ചു, എന്താ പറ്റിയത്, പല്ലിനെന്താ കേടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, പല്ലുവേദനയാ ഡോക്ടർ. എന്നാ വന്നിരിക്കുക. അയ്യോ എനിക്കല്ല പല്ലുവേദന, ചേച്ചിക്കാ. അപ്പൊ ശ്രുതി പറഞ്ഞു, അയ്യോ എനിക്കിപ്പോ വേദന നല്ല കുറവുണ്ട്, എന്തെങ്കിലും മെഡിസിൻ തന്ന് വിട്ടാ മതി ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താണെന്ന് നോക്കാതെ എങ്ങനെയാ വച്ചേ മെഡിസിൻ തരുന്നത്, ഞാനൊന്ന് നോക്കട്ടെ, നീ വന്ന് കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ പിടിച്ച് അവിടെ കിടത്തി കേട്ടോ. ശ്രുതി വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അത് എന്തെങ്കിലും ക്ലിനിക്കിൽ ഇങ്ങനെ കിടക്കുക വായും പൊളിച്ച്. അങ്ങനെ ഡോക്ടർ വാ തുറക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി വാ തുറക്കൂല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പം ഡോക്ടർ ചോദിച്ചു, ഇതെന്താ വാ തുറക്കാത്തത്? അപ്പം നമ്മുടെ വർഷ പറഞ്ഞു, ഡോക്ടർ റൈറ്റ് സൈഡിലാട്ടോ പെയിന് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, വാ തുറക്ക് വെച്ച എന്ന് പറഞ്ഞ് വാ തുറപ്പിച്ചു നമ്മുടെ ഡോക്ടർ വാ തുറപ്പിച്ചു. അങ്ങനെ ഡോക്ടർ അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ്, പല്ലിന് കേടുണ്ടോ, പുഴു അരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ. നമ്മുടെ ശ്രുതിയുടെ മനസ്സ് നിറയെ കേടായിരിക്കും, പക്ഷെ പല്ലിന് കേടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഡോക്ടർ അങ്ങും ഇങ്ങും ഒക്കെ തപ്പി തടഞ്ഞ് എന്തോ ഒരു സംഭവം, എന്തോ ഒരു ചെറിയൊരു കേട് കണ്ടിങ്ങനെ പിടിച്ചു കേട്ടോ. അപ്പം നമ്മുടെ വർഷയോട് ചോദിച്ചു, എപ്പോഴാ വേദന തുടങ്ങിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, കുറച്ച് സമയമായിട്ടേ ഉള്ളൂ വേദന തുടങ്ങിയിട്ട്, രാവിലെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പെട്ടെന്നാ വേദന വന്നത്. അപ്പോഴത്തേക്കും ശ്രുതി ആണെങ്കിൽ, അയ്യോ ഡോക്ടർക്ക് എന്റെ കള്ളത്തരം മനസ്സിലാവുമോ, പ്രശ്നമാവുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് കേട് വന്നത്? അതെ, ഒരു പല്ലിന് വേദനയുണ്ട്, അതാ ഇങ്ങനെ വേദന, അല്ല ഒരു പല്ലിന് കേടുണ്ട്, അതാ ഇങ്ങനെ വേദന വരാൻ കാരണം. അപ്പം ശ്രുതി, എപ്പം? ഒരു പല്ലിന് കേടോ? എന്റെ പല്ലിന് കേടോ? അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ എന്താ പറയാ അന്തം വിട്ട് കിടക്കുക. അപ്പോഴത്തേക്ക് വർഷയാണെങ്കിൽ ഇതേ ഇപ്പൊ ചേച്ചി ഡോക്ടറിനെ കാണാതെ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും, ഒരു പല്ലിന് കേടുണ്ടെന്ന്. അല്ല ഡോക്ടർ, ഇനി എന്ത് ചെയ്യും? ആ പല്ല് ഉടനെ തന്നെ റിമൂവ് ചെയ്യണം. അയ്യോ വേണ്ട എന്റെ പല്ലിന് കേടൊന്നുമില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതേ പോലെ അവിടെ കിടക്ക്, നിങ്ങളുടെ പല്ലിന് കേട് വന്നിട്ടുണ്ടെന്നേ, അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ. വളരെയധികം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പല്ലിന് കേടൊന്നും വരത്തില്ലായിരുന്നു, അതിപ്പോ നമുക്ക് റിമൂവ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക്, വേണ്ട ഡോക്ടർ എന്റെ പല്ലിന് കൊടുക്കണ്ട. ശ്രുതി ചേച്ചി പേടിക്കാതെ ഒരു പല്ലല്ലേ എടുക്കുന്നുള്ളൂ, പിന്നെ എന്തിനാ ശ്രുതി ചേച്ചി പേടിക്കുന്നത്? ശ്രുതി ചേച്ചി അവിടെ കിടക്ക, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ആ പല്ല് എടുത്തില്ലെങ്കിൽ എല്ലാ പല്ലിലേക്കും കേട് സ്പ്രെഡ് ആകും, പിന്നെ ഭയങ്കര വേദനയാകും, പിന്നെ എല്ലാ പല്ലും ചേച്ചിയുടെ എടുക്കേണ്ടി വരും, അവസാനം വെപ്പ് പല്ല് വെച്ച് നടക്കേണ്ടി വരും. അത് ചെയ്യണോ അതോ ഇപ്പം ഈ പല്ലെടുക്കണോ? ഡോക്ടറെ ധൈര്യമായിട്ട് ആ പല്ല് റിമൂവ് ചെയ്യാൻ പറയാ. അങ്ങനെ നമ്മുടെ ശ്രുതി വീണ്ടും പറഞ്ഞു, വേണ്ട ഡോക്ടറെ വേണ്ട, ഞാൻ വേറൊരു ദിവസം വന്ന് എടുത്തോളാം. അപ്പോഴത്തേക്ക് വീണ്ടും വർഷം നിർബന്ധിക്കുക, ചേച്ചി കൊച്ചു പിള്ളേരെ പോലെ തുടങ്ങരുത്, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. അയ്യോ വേണ്ട വർഷേ. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇഞ്ചക്ഷൻ വെച്ച് മരവിപ്പിച്ചതിന് ശേഷം മാത്രമേ പല്ലെടുക്കത്തുള്ളൂ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന കാണത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷം ചോദിച്ചാലും, ഒരു പല്ലെടുക്കുന്നതിന് ഇഞ്ചക്ഷൻ വേണോ? വേണം ഇഞ്ചക്ഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും ഈ സമയത്ത് ഡോക്ടർ മെഡിസിൻ ഒക്കെ എടുത്ത് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വർഷയുടെ പല്ല് പറിക്കാൻ തുടങ്ങി കേട്ടോ. ഏതായാലും ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് സൂചിയൊക്കെ കൊണ്ടിങ്ങ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ ബോധം പോയ ഒരു അവസ്ഥയായി. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ അത്രയും നേരം വെയിറ്റ് ചെയ്തു നമ്മുടെ ശ്രുതിനെ കാണുന്നില്ലാത്തത് കൊണ്ട് തന്നെ. അവര് മലേഷ്യയിൽ നിന്ന് വന്നവർ പോകാൻ വേണ്ടി തുടങ്ങും. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സച്ചിയോടും രേവതിയോടും ഒക്കെ നന്ദി പറയുകയാണ്. കേരളീയ ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി നാളായി, ഇന്ന് അത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നല്ല കൈപ്പുണ്യാണ് കേട്ടോ, നല്ല രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. താങ്ക്സ് ചന്ദ്രമതി, ഇങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, അയ്യോ ചന്ദ്രയല്ല ഭക്ഷണം ഉണ്ടാക്കിയത്. അതെ, അവൾ അങ്ങനെ ഭക്ഷണമൊന്നും ഉണ്ടാക്കത്തില്ല, ഭക്ഷണം ഉണ്ടാക്കിയത് നമ്മുടെ രേവതി മോളാ, സച്ചിയുടെ വൈഫ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ രേവതിയാണോ ഭക്ഷണം ഉണ്ടാക്കിയത്?
ഏതായാലും അപ്പൊ മോക്ക് ഒരു താങ്ക്സ്. എന്തായാലും എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. ഏതായാലും നല്ല രീതിയിലൊരു ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നല്ലോ, ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു വിരുന്ന് തന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു കേട്ടോ, അതെ ഞാനാ ഇവിടുത്തെ ഷെഫ്, പക്ഷേ ഞാനല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടെ, നല്ല രീതിയിൽ ചേച്ചി തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു കൊള്ളാം കൊള്ളാം, ഏതായാലും ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ശ്രുതി വന്നിട്ട് പോയാ പോരെ, ശ്രുതി ഒരേ നാട്ടുകാരായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് രേവതി പറഞ്ഞപ്പോൾ അത് പിന്നെ എങ്ങനെയാ ശരിയാവും, ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്, പിന്നെ ഒരു ദിവസം വരുമ്പോൾ ശ്രുതിയായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാട്ടോ അവർ രണ്ടുപേരും കൂടെ ചേർന്ന്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഈ നാട്ടിലെന്നല്ല കേരളത്തിൽ എവിടെ വന്നാലും ഇങ്ങോട്ടേക്ക് വന്നേക്കണം, എവിടെയാണെങ്കിലും ഒന്ന് വിളിച്ചാൽ മാത്രം മതി, ഇതേ എന്റെ സച്ചിമ്മ വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞപ്പം ഒരു ദിവസം ഞങ്ങൾ ഉറപ്പായിട്ടും വരും, 2 ദിവസം ഇവിടെ തങ്ങുകയും ചെയ്യും, എന്നാ പിന്നെ പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലേഷ്യക്കാരെ ഇറങ്ങി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ പല്ല് പറിച്ചോണ്ടിരിക്കുക അവിടെ. ശ്രുതിയാണെങ്കിൽ പല്ല് കുരുവും ഒന്നും ഇല്ലാതെ പോയതോടെ ശ്രുതിക്ക് കുരുമേ കുരു എന്ന് പറയുന്ന ഒരു അവസ്ഥയായിട്ടാണ് തിരിച്ചു വരുന്നത്. ചുമ്മാ വേദനയാന്ന് പറഞ്ഞ് പോയ ശ്രുതിക്ക് ഒറിജിനൽ പല്ലുവേദനയായിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ പതിയെ പല്ലൊക്കെ എടുത്തിട്ട് നമ്മുടെ ശ്രുതി പുറത്തേക്ക് വരികയാണ് കേട്ടോ. ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നു വേദനയാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു നേഴ്സ് പറഞ്ഞു, ഇന്ന് ഐസ്ക്രീം കഴിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ഒരു ഐസ്ക്രീമേ ഉള്ളോ, ഒരു ഐസ്ക്രീം കൂടെ വേണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇവിടെ രോഗികൾക്ക് മാത്രമേ ഐസ്ക്രീം കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞപ്പം അതെ ഇവിടെ ക്യാഷ് തരുന്നുണ്ടല്ലോ, ഒരു ഐസ്ക്രീം കൂടെ വേണം, ഞങ്ങൾക്ക് മുതലാവണ്ടേ, പിന്നെ ഒരു ഐസ്ക്രീം കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പറഞ്ഞു വിടാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷ പറയുന്നുണ്ട് ½ കഴിഞ്ഞിട്ട് പോകാവുള്ളെന്ന പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ, അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടോ, അവരിപ്പോ ഐസ്ക്രീം കൊണ്ടുവരും, നമുക്ക് ഐസ്ക്രീം കഴിച്ചൊക്കെ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ് ഐസ്ക്രീം ഒക്കെ കഴിക്കുകയാണ്. ഏതായാലും അക്കിടി പറ്റിയ നമ്മുടെ ശ്രുതി ഇങ്ങനെ താടിയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.